എന്ത് വിഷയം? ബസ്സുകാരനാണോ ചീത്ത വിളിച്ചത്? ചീത്ത വിളിക്കാൻ പാടണ്ട ഒരിക്കലില്ല. അമ്മച്ചി ചീത്ത വിളിച്ചെന്താ? നിങ്ങൾ കണ്ടിട്ടാണോ? ആരെ ചീത്ത അതാ എന്താ വിഷയം ചേച്ചി? സഹോദരി 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 എന്താ വിഷയം? തോന്നുന്നു മുതുവാവിന്ന് ടിക്കറ്റ് കൂടുതലായോണ്ടാണോ? 13 രൂപ എടുത്ത് 10 രൂപ ടിക്കറ്റേ ഉള്ളൂ. 3 രൂപ ചോദിക്കണ്ടേ വേണ്ടേ? ചോദിക്കണോ വേണ്ടേ? ചോദിക്കണം. ബാക്കി ചോദിച്ചു അങ്ങനെ വാങ്ങിച്ച് തിന്നു. അല്ല അത് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ? അവര് മറ്റേ മോളെ മറിച്ചേ മോളെ അവൻ ശരിയാണോ വിളിക്കുന്നത്? അതങ്ങനെ ചോദിച്ചില്ലേ? പരാതി ബസ് കണ്ടക്ടർ ഇതാണ് പറയുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പ്രിയപ്പെട്ടവരെ, ബസ് യാത്രക്കാരും എന്താണ് വിഷയം? എന്താണ് വിഷയം? എന്താണ്? റെയിൽവേ ടിക്കറ്റ് എടുത്തു. ഇവിടെ ഇറങ്ങാൻ 13 രൂപ ടിക്കറ്റ്. അവർ പറയാൻ ഞാൻ അധികം ചാർജ് എടുത്തിട്ടുണ്ട്. അതിനെതിരെ എന്നെ ഇവിടെ യാത്രക്കാർ ഒരുപാട് കൈവക്കി. എവിടുന്ന് അവർ കയറിയത്? റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് കയറിയിട്ട് എവിടെ ഇറങ്ങണമെന്ന് പറഞ്ഞു? 10 രൂപ. ഞാൻ പറഞ്ഞ എവിടെ ഇറങ്ങുന്നത്? ആശുപത്രി 13 രൂപ ചാർജാണ്. 3 രൂപ വാങ്ങിച്ചതിന് അധികടുത്ത്. അപ്പൊ ചില്ലറയില്ലാഞ്ഞോണ്ടാണോ? ഓ 13 രൂപ പോയിന്റാ. ഓ 13 രൂപ പോയിന്റാണ് ഇവിടെ ഇറങ്ങുന്നതിന്. റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുനിന്ന് വിക്ടോറിയ അടുത്താണ് ഈ സ്ത്രീ ഇറങ്ങിയിരിക്കുന്നത്. കണ്ടക്ടർ പറയുന്നത് 13 രൂപ എടുത്തെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ചീത്തല്. ഇവിടെ ഇറങ്ങുന്നതിന് 13 രൂപയാണെന്നാണ് പറയുന്നത്. എന്തായാലും ഒരു സ്ത്രീ വിചാരിച്ചപ്പോൾ ഇങ്ങനെ ഒരു സംഘർഷം ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യമായി. ബസ്സുകാരുടെ സമയം പോയി. അവരുടെ നിരവധി ആൾക്കാരാണ് ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. ആ കാർ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവരെ കൊടുത്ത കുഴപ്പം അല്ലേ? ആ സ്ത്രീ ചീത്ത വിളിച്ചു. അടിക്കാൻ വരച്ചെന്ന് ആ സ്ത്രീ അടിക്കാൻ വരച്ചെന്ന്. പെണ്ണാണെന്ന് പറഞ്ഞ് കൺസെഷൻ കാണിക്കേണ്ട കാര്യമല്ല. ഈ ബസ്സിൽ നമുക്കിപ്പോൾ കാണുന്നത് ഇപ്പോൾ നമുക്കറിയാം. ഇപ്പോൾ തന്നെ ഇവിടെ ബസ്സിൽ കാണുന്ന എങ്ങനെയാണ് ആൾക്കാർ പ്രതികരിക്കുകയാണ്. ബസ് കണ്ടക്ടറും ഒരു സ്ത്രീയുമായിട്ടുള്ള വിഷയമാണ്. പോലീസ് ഇപ്പോൾ ഉടനെ വരും. മീഡിയ പറഞ്ഞോളൂ. ശരി. അപ്പോൾ മാറാം. ഇപ്പോൾ പോലീസ് ഇവിടെ വരുന്നുണ്ട്. പോലീസ് ഈ സമയത്ത് ഇവിടെ വരുന്നുണ്ട്. പോലീസ് വളരെ തിരക്കാണ്. പോലീസ് എത്തിയിട്ടുണ്ട്. വളരെ മോശമായി പെരുമാറിയെന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്. മോശമായി പെരുമാറി ഈ സ്ത്രീ. അപ്പം മാറിക്ക് ബസ് വണ്ടി വാഹനങ്ങൾ പോലീസ് വന്നിട്ടുണ്ട്. പോലീസ് ഇപ്പം ദൃശ്യങ്ങളിൽ വന്നിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ കാണുന്ന നടക്ക് ചർച്ചാ വിഷയം തുടരുന്നു. തീർച്ചയായിട്ടും ഒരു രംഗമാണ് നമുക്ക് കാണുന്നത്. ഇപ്പോൾ വാഹനത്തിൽ വന്ന ജനങ്ങൾ മൊത്തം മനസ്സിൽ നിന്നും റോട്ടിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇത്രയും യാത്രക്കാർക്ക് പോകാതായി. ഈ സ്ത്രീ കാരണം ഇത്രയും കുഴപ്പമുണ്ടാക്കി. അതെ, മാനസികമായിട്ട് വിഷമമാണെന്ന്. അയാളല്ല വിളിക്കുന്നത്. അവര് രണ്ടോടും സ്ത്രീകൾ പറഞ്ഞില്ലേ
ബസ്സും യാത്രക്കാരും ബസ് കണ്ടക്ടറും യാത്രക്കാരുമായിട്ടുള്ള വിഷയമാണ് തർക്കം. ബാലൻസ് കൊടുക്കുന്ന വിഷയമാണ്, ബാലൻസിൻ്റെ പ്രശ്നമാണ്. 13 രൂപ ചോദിച്ചിരിക്കുന്നു. ഇത്ര അഹങ്കാരം കുഴപ്പമുണ്ടാക്കി വെച്ചിട്ട് അവര് ഈ യാത്രക്കാരെ മുടക്കി ഇത്രയും ആൾക്കാർ ഈ വണ്ടി വന്നത് ഇങ്ങനെ ഉണ്ടോ സ്ത്രീകൾ? ഇതേ വീട്ടിൽ നിങ്ങളുടെ അടിച്ചറെ കളഞ്ഞ സൈസാന്ന് തോന്നുന്നു. അവര് എന്ന് പറയുന്ന കേൾക്കത്തില്ല, ആരും പറയുന്നത് കേൾക്കുന്ന അല്ല. 13 രൂപ കൃത്യം ടിക്കറ്റിന്റെ വിലയാണ്. ആ ഭാഗം അവർ കൊടുക്കാൻ തയ്യാറായില്ല, ചീത്ത വിളിക്കായിരുന്നു. സ്ത്രീ അഹങ്കാരിയാണ്. പരാതി കൊടുക്കും. ആളിനെ കെട്ട് പോലീസ് പറയുന്നത് ആള് കയറിക്കോ. അപ്പോൾ പോലീസുകാർ വന്ന് എന്തായാലും പരാതി കൊടുക്കും. കൺട്രാക്ടറെ പരാതി കൊടുക്കും. നിങ്ങളൊരു പരാതി ആള് കൂടിയതെന്ന് പറയുന്നത് റെയിൽവേ സ്റ്റേഷൻ്റെ മുൻവശത്ത് നിന്ന് ഒരു സ്ത്രീ കയറി വിക്ടോറിയ എടുത്ത് ഇറങ്ങണമെന്ന് പറഞ്ഞെങ്കിലും 13 രൂപ ടിക്കറ്റ് കൊടുത്ത് അവർ കണക്ക് കൂട്ടിയില്ല. 3 രൂപ കൂടുതൽ മേടിച്ചെന്ന് പറഞ്ഞാണ് കണ്ടക്ടറിനെ ചീത്ത വിളിച്ചതിലാണ് ഇവിടെ ബസ് അവിടെ നിർത്തുകയും അവരിറങ്ങിയും പോലീസ് വന്നൊരു തീരുമാനം എത്തുകയും 2 കൂട്ടരെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിരിക്കുകയാണ്. ആ തത്സമയ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ കൂട്ടിപ്പോയത്. KM മീഡിയയ്ക്ക് വേണ്ടി കൊല്ലത്തു നിന്നും ശില്പി രാജേന്ദ്ര പ്രസാദ്.